ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും അവധിക്കാലം ഉത്സവമാക്കിയ കുരുന്നുകൾക്ക് ഇനി പഠനത്തിന്റെ നല്ല നാളുകൾ. ആദ്യമായി സ്കൂളിലെത്തിയവർക്ക് ഹൃദ്യമായ സ്വീകരണം ഒരുക്കി പ്രവേശനോത്സവം അവിസ്മരണീയമാക്കി വിദ്യാലയങ്ങൾ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ബേപ്പൂരിൽ ഓട്ടോ മറിഞ്ഞ് 1ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. സ്കൂൾ ആദ്യ ദിനം നാടിനെ കണ്ണീരിലാഴ്ത്തി ഓട്ടോ അപകടം. കൊയിലാണ്ടി നന്ദി ദേശീയപാതയിൽ വാഹനാപകടം. ഉമ്മയുടെ മരണവിവരമറിഞ്ഞുപോയ മകനും ഭാര്യയും കൊല്ലപ്പെട്ടു. അറിവിന്റെ മധുരം നുകരാൻ കുരുന്നുകൾ അക്ഷരമുറ്റത്ത്. പ്രവേശനോത്സവം കെങ്കേമമാക്കി വിദ്യാലയങ്ങൾ. നവാഗതർക്ക് ഊഷ്മള വരവേൽപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണിലും അരിയിലും എഴുതിയിരുന്ന പഴയ തലമുറ നമ്മളെക്കാൾ മിടുക്കരായാണ് പുതിയ തലമുറ വളർന്നു വരുന്നതെന്ന് തിരിച്ചറിയണമെന്ന് പുരുഷൻ കടലുണ്ടി MLA. കോക്കല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ ജില്ലാതല പ്രവേശനോത്സവം കോക്കല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. 5 കുട്ടികളാണ് ഇവിടുത്തെ നവാഗതർ. ഇവരെ റോസാപ്പൂ നൽകി സ്വീകരിച്ചു. DDE ഗിരീഷ് ചോലയിൽ സ്വാഗതം പറഞ്ഞു. സ്വാഗത ഗാനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പുരുഷൻ കടലുണ്ടി MLA പതാക ഉയർത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. രാജാവ് നഗ്നനാണെന്ന് പറയാൻ കഴിവുള്ള തലമുറ വളർന്നു വരണമെന്നും കൂടുതൽ അറിവിന്റെ വെളിച്ചം കുട്ടികളിലെത്തിക്കാൻ ഇത്തരം ചടങ്ങുകൾക്ക് കഴിയട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. മണ്ണിലും അരിയിലും എഴുതിയിരുന്ന വിരൽത്തുമ്പുകൾ ഇന്ന് അത്യന്താധുനിക യുഗത്തിലേക്ക് വന്നതുകൊണ്ട് നമ്മളെക്കാൾ മിടുക്കന്മാരായി പുതിയ തലമുറ വളരുന്നു എന്ന് പഴയ തലമുറ തിരിച്ചറിയണം. ഈ മഹോത്സവം, ഈ പ്രവേശനോത്സവം അതിനുള്ള ഒരു വേദിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ കാലത്ത് പുതിയ ചിന്തകൾ ഉണ്ടാവേണ്ട കാലത്ത് വളരെ സംഘർഷഭരിതമായ വർത്തമാനകാലത്തെ മാറ്റിയെടുക്കാൻ കെൽപ്പുള്ള പുതിയ തലമുറ വളർന്നു വരട്ടെ. ഈ അധ്യയന വർഷം അതിനാവട്ടെ അവർക്ക് വളരാനും വികസിക്കാനുമുള്ള വായനാ സംസ്കാരം വളർത്തിയെടുക്കാനുള്ള വേദിയായി സ്കൂൾ തലങ്ങൾ മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മഹോത്സവം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷനായിരുന്നു. കോക്കല്ലൂർ സ്കൂളിനായി ഓഡിറ്റോറിയം നിർമ്മിച്ചു നൽകുമെന്നും പഠന നിലവാരം ഉയർത്താനായി 45 കമ്പ്യൂട്ടറുകളും ഓഫീസ് സ്റ്റാഫ് റൂം നവീകരണത്തിനായി തുകയും അനുവദിക്കുമെന്നും ഇപ്പോൾ വാടകയ്ക്കുള്ള മൈതാനവും സ്ഥലവും സൌജന്യമായി ജില്ലാ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് നൽകുമെന്നും ബാബു പറശ്ശേരി പ്രഖ്യാപിച്ചു. ഈ അധ്യയന വർഷം ഞങ്ങൾ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന്, അവർക്ക് നല്ലൊരു കമ്പ്യൂട്ടർ ലാബ് സംവിധാനമാക്കുന്നതിന് 45 കമ്പ്യൂട്ടറുകൾ ഈ വർഷം ഞങ്ങൾ അനുവദിക്കും. പ്രിൻസിപ്പാളിന്റെയും ഹെഡ് മാസ്റ്ററുടെയും ഒക്കെ ഓഫീസുകളുടെ അപര്യാപ്തത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കാനും സ്റ്റാഫ് റൂമുകളെ നവീകരിക്കാനും ഞങ്ങൾ ആലോചിച്ച കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട്ട് പ്രവേശന സന്ദേശം നൽകി. നവാഗതർക്കുള്ള കിറ്റ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രനാഥ് നിർവഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ മുക്ക മുഹമ്മദ് യൂണിഫോമുകൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് TTI നടക്കാവ് നിർമ്മിച്ച പാപ്പാത്തി എന്ന ഷോർട്ട് ഫിലിമിന്റെ CD പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രജിത നിർവഹിച്ചു. MP അജിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ, VHSC അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ V കുഞ്ഞമ്മദ്, V ഷീബ, പഞ്ചായത്ത് അംഗങ്ങളായ K അഹമ്മദ് കോയ, NP ബാബു, K ശ്രീജ, അശോകൻ, MP വിബീഷ്, സിറാജ് UK, P പ്രമോദ്, VM പ്രമീള, സ്കൂൾ പ്രിൻസിപ്പൽ MK ഗണേശൻ, ഹെഡ്മാസ്റ്റർ ഉണ്ണി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ EK രാജൻ, ബാലുശ്ശേരി BPO അബ്ദുൾ അഷ്റഫ്, ജില്ലാ പ്രോജക്ട് ഓഫീസർ K വത്സൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ പരിപാടികളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. നാടിനെ ദുഃഖത്തിലാഴ്ത്തി 1ാം ക്ലാസ്സുകാരി നൂജയുടെ വിയോഗം. ബേപ്പൂർ BC റോഡ് ചീർപ്പാലത്തിന് സമീപം ബൈക്ക് യാത്രികനെ മറികടക്കവേ ഓട്ടോ മറിഞ്ഞാണ് അപകടം. ഓട്ടോയിലുണ്ടായിരുന്ന നൂജയുടെ സഹോദരൻ ഉൾപ്പെടെ 4 പേർ ഗുരുതരാവസ്ഥയിൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂൾ തുറന്ന ദിനം തന്നെ നാടിനെ കണ്ണീരിലാഴ്ത്തിയാണ് ബേപ്പൂർ BC റോഡ് ചീർപ്പാലത്തിന് സമീപം ദുരന്തമുണ്ടായത്. നിയന്ത്രണം വിട്ടുവന്ന ബൈക്ക് യാത്രികനെ മറികടക്കവേ ഓട്ടോ മറിഞ്ഞാണ് അപകടം. അപകടത്തിൽ 1ാം ക്ലാസ്സുകാരി നൂജ നജ്മൽ ബാബു മരിച്ചു. ഒപ്പം ഓട്ടോയിലുണ്ടായിരുന്ന സഹോദരൻ 5ാം ക്ലാസ്സുകാരൻ നൌജ, 3ാം ക്ലാസ്സുകാരായ ദേവദത്ത്, അമിത്, കൃഷ്ണതീർത്ഥ തുടങ്ങിയവർ അതീവ ഗുരുതരാവസ്ഥയിൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഏറെ സന്തോഷത്തോടെയാണ് നൂജ വീട്ടിൽ നിന്നിറങ്ങിയത്. വാശിയോ ആദ്യ ദിനത്തിന്റെ അങ്കലാപ്പോ ഒന്നും തന്നെയില്ലാതെ സ്കൂളിലേക്ക് പുറപ്പെട്ട നൂജയുടെ വിയോഗം ഒരു നാടിന്റെ തന്നെ തീരാനഷ്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. കുണ്ടായിത്തോട് സാൻ ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയത്തിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടവർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശീയപാതയിൽ കൊയിലാണ്ടിക്കടുത്ത് നന്ദിയിൽ കാറിന് പിറകിൽ ലോറിയിടിച്ച് ദമ്പതികൾ മരിച്ചു. നന്ദി ഒറ്റത്തെങ്ങിൽ ബഷീർ, ഭാര്യ ജമീല എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ബഷീറിന്റെ ഉമ്മ നന്ദി ഒറ്റത്തെങ്ങിൽ മറിയം മരിച്ചതറിഞ്ഞ് കാണാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം നടന്നത്. ഉമ്മയുടെ മരണവാർത്തയറിഞ്ഞു പോകവെയാണ് മകനും ഭാര്യയും അപകടത്തിൽ മരിച്ചത്. ദേശീയപാതയിൽ കൊയിലാണ്ടിക്കടുത്ത് നന്ദിക്ക് സമീപമാണ് അപകടമുണ്ടായത്. നന്ദി ഒറ്റത്തെങ്ങിൽ ബഷീർ, ഭാര്യ ജമീല എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. പരിക്കേറ്റ മകൻ ഹബീബിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ 2:30 സംഭവം. ബഷീറും കുടുംബവും കൊയിലാണ്ടിക്കടുത്ത് കണ്ണൂരിൽ വാടക വീട്ടിലാണ് താമസം. ബഷീറിന്റെ ഉമ്മ നന്ദി ഒറ്റത്തെങ്ങിൽ മറിയം മരിച്ചതറിഞ്ഞ് കാണാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം. ബഷീർ സംഭവസ്ഥലത്തും ജമീല മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴിയുമാണ് മരിച്ചത്. ബഷീറിന്റെ മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും ജമീലയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. കൊയിലാണ്ടി SI നിപുൺ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിച്ചത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. വെളിച്ചം കാണാത്ത വാർത്താ ചിത്രങ്ങളെക്കുറിച്ച് അച്ചടിക്കാത്ത ചിത്രങ്ങൾ എന്ന പേരിൽ സംവാദം നടന്നു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന സംവാദത്തിന് മുൻ പ്രസ് അക്കാദമി ചെയർമാൻ NP രാജേന്ദ്രൻ തുടക്കമിട്ടു. അച്ചടി മാധ്യമ രംഗത്ത് സുപ്രധാനമായ പങ്കാണ് വാർത്താ ചിത്രങ്ങൾക്കുള്ളത്. ചില സന്ദർഭങ്ങളിൽ ഒരു വാർത്തയേക്കാൾ ചലനം സൃഷ്ടിക്കാൻ കഴിവുള്ളവയാണ് ചിത്രങ്ങൾ. പലപ്പോഴും പ്രഗത്ഭരായ ഫോട്ടോഗ്രാഫർമാർ അതിസാഹസികമായി ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങളിൽ അച്ചടി മഷി പുരളാറില്ല. ഇങ്ങനെ വെളിച്ചം കാണാത്ത ചിത്രങ്ങൾ മുതിർന്ന ഫോട്ടോഗ്രാഫർമാരുടെ ഫിലിമിലും ഓർമ്മകളിലും ഇപ്പോഴുമുണ്ട്. എന്തുകൊണ്ട് ഇത്തരം ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോയി എന്നതിനെക്കുറിച്ച് മുതിർന്ന എഡിറ്റർമാർക്കും ഓർമ്മകൾ ഏറെയുണ്ട്. അച്ചടിക്കാത്ത ചിത്രങ്ങൾ എന്ന പേരിൽ സീനിയർ എഡിറ്റർമാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും സംവാദം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കണ്ണൂരിലെ ആയിത്തറ മമ്പറത്ത് BJP പ്രവർത്തകനായ ബിജു കൊല്ലപ്പെട്ട ഒരു സമയമാണ്. അത് രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. ബിജുവിന് കഴിക്കാനായിട്ട് അമ്മ കപ്പയും ചായയും എടുത്തു വെച്ചതാണിത്. പ്രസ് അക്കാദമി മുൻ പ്രസിഡന്റ് NP രാജേന്ദ്രൻ സംവാദത്തിന് തുടക്കം കുറിച്ചു. സാങ്കേതിക വിദ്യയുടെ വളർച്ച ഫോട്ടോഗ്രാഫിയെ ഏറെ എളുപ്പമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. പഴയകാല ഫോട്ടോഗ്രാഫർമാർ ഏറെ പ്രയാസപ്പെട്ടെടുക്കുന്ന പടങ്ങൾ മാനേജ്മെന്റിന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങി പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും അസംതൃപ്തരാവേണ്ട ആവശ്യമില്ല. പഴയ ആളുകളുമായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ അതിന്റെ സാഹസങ്ങളും അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള കഷ്ടപ്പാട്. സംവാദത്തിൽ മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷുവ, മാധ്യമം ഡെപ്യൂട്ടി എഡിറ്റർ കാസിം ഇരിക്കൂർ, സുപ്രഭാതം എക്സിക്യൂട്ടീവ് എഡിറ്റർ A സജീവൻ, മുതിർന്ന ഫോട്ടോഗ്രാഫറായ C ചോയ്ക്കുട്ടി, അജീബ് കോമാച്ചി, P മുസ്തഫ എന്നിവരും പങ്കെടുത്തു. ഇന്ത്യൻ രാഷ്ട്രീയം 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് എന്ന P മുസ്തഫയുടെ ഫോട്ടോ പ്രദർശനത്തിന്റെ ഭാഗമായാണ് പ്രസ് ക്ലബ്ബിൽ സംവാദം സംഘടിപ്പിച്ചത്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. CSCO ITI ഇന്ത്യക്കകത്തും വിദേശത്തും മികച്ച ജോലി നേടാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, സിവിൽ ഡ്രാഫ്റ്റ്മാൻ എഞ്ചിനീയറിംഗ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്. മികച്ച പഠനം, മികച്ച വിജയം, മിതമായ ഫീസ്. CSCO ITI മുഖദാർ, കോഴിക്കോട്. ഫോൺ 9895439208. Different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. അവധിക്കാലത്തോട് വിട പറഞ്ഞ് വിദ്യാർത്ഥികൾ പുതു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചു. സ്കൂളുകളെല്ലാം നവാഗതരെ ആഘോഷപൂർവ്വം എതിരേറ്റു. ആദ്യമായി എത്തിയ കുരുന്നുകളുടെ കണ്ണീരും കുസൃതിയും നിറഞ്ഞതായിരുന്നു സ്കൂൾ അങ്കണങ്ങളും ക്ലാസ് മുറികളും. കളിച്ചുല്ലസിച്ച അവധിക്കാലത്തിന് വിട നൽകിക്കൊണ്ട് കുരുന്നുകൾ ബുധനാഴ്ച അക്ഷരമുറ്റത്തെത്തി. പുത്തനുടുപ്പുകളും പുസ്തകങ്ങളുമായി ഇനിയുള്ള നാളുകളിൽ പഠന പ്രവർത്തനങ്ങളിലേക്ക്. നവാഗതരെ സ്വീകരിക്കാൻ സംസ്ഥാന തലം മുതൽ സ്കൂൾ തലം വരെ പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ആദ്യാക്ഷരം നുകരാനെത്തുന്ന കുരുന്നുകൾക്ക് മധുരം നൽകിയും വിസ്മയ കാഴ്ചകൾ ഒരുക്കിയുമാണ് പ്രവേശനോത്സവം നടന്നത്. മധുരം നൽകിയും പാട്ടുപാടിയും ബലൂൺ നൽകിയും അക്ഷര കിരീടം അണിയിച്ചും സ്കൂളിലേക്ക് വരവേറ്റപ്പോൾ ചിലർ അതിൽ ഒത്തുചേർന്നു. മറ്റു ചിലരാകട്ടെ പരിഭവം നടിച്ച് മാറി നിന്നു. എങ്കിലും വർണ്ണക്കുടകളും ബാഗുകളും സ്വന്തമാക്കിയ സന്തോഷത്തിലായിരുന്നു അവർ. പലരും രക്ഷിതാക്കളുടെ കൈകളിൽ പിടിച്ചു തൂങ്ങി നിലവിളിച്ചു. ഇവരെ ഏറെ പണിപ്പെട്ടാണ് അധ്യാപകർ ക്ലാസ് മുറികളിൽ ഇരുത്തിയത്. കൗതുക ചിത്രങ്ങളും വർണ്ണക്കാഴ്ചകളും ഒരുക്കി നവാഗതരെ സ്വീകരിക്കാൻ അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ഒരുപോലെ സജീവമായിരുന്നു. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ 3.5 ലക്ഷത്തോളം കുട്ടികളാണ് പുതിയ അധ്യയന വർഷത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ ഉണ്ടാവുക. 1ാം ക്ലാസ്സിലേക്ക് 30,000-ഓളം കുട്ടികളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം 30,891 കുട്ടികളാണ് പ്രവേശനം നേടിയത്. എയ്ഡഡ് സ്കൂളുകളിലായിരുന്നു കൂടുതൽ കുട്ടികളെത്തിയത്, 20,680 പേർ. സർക്കാർ സ്കൂളുകളിൽ 7,075 പേരും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ 3,136 കുട്ടികളും പ്രവേശനം നേടി. ഈ വർഷം പ്രവേശനം നേടിയ കുട്ടികളുടെ വ്യക്തമായ കണക്ക് ജൂൺ 8 ലഭ്യമാവുകയുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, SSA, ഡയറ്റ്, PTA എന്നിവ സംയുക്തമായാണ് പ്രവേശനോത്സവം ആഘോഷമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറം സ്നേഹത്തിന്റെ പട്ടുനൂൽ കൊണ്ടൊരുക്കിയ പ്രവേശനോത്സവത്തിനാണ് ബൈരായിക്കുളം ഗവൺമെന്റ് LP സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. ഭാഷ ഏതായാലും അറിവ് പകർന്നു നൽകാൻ സന്നദ്ധരായ അധ്യാപകരുണ്ടാകും ഇനി അധ്യയന വർഷം മുഴുവൻ ഇവർക്കൊപ്പം. ഭാഷയ്ക്കും ദേശത്തിനും അപ്പുറം അറിവിന്റെ നൂലിഴകൾ തേടിയാണ് ഈ കുരുന്നുകൾ കോഴിക്കോട്ടെത്തിയത്. അറിവിന്റെ ആദ്യാക്ഷരം നുണയാൻ അന്യസംസ്ഥാനത്തു നിന്നെത്തിയ കുരുന്നുകളെ ഇരുകൈയും നീട്ടി വരവേറ്റത് ബൈരായിക്കുളം ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ 5 കുരുന്നുകൾക്കാണ് അധ്യാപകർ അല്പം നിറം മങ്ങിയതാണെങ്കിലും സ്നേഹത്തിന്റെ പട്ടുനൂൽ കൊണ്ട് വരവേൽപ്പൊരുക്കിയത്. ഭാഷ ഒരു തടസ്സമല്ല മാഡം, അത് വായിച്ചില്ലേ, ഹിന്ദുവില് വന്ന കഴിഞ്ഞ വർഷം ആബ മാഡം വന്നത്. ഭാഷ ഒരു തടസ്സമല്ല. നമ്മളിപ്പോൾ ഏത് നാട്ടിൽ പോയാലും ആ ഭാഷ നമ്മളെങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്ത് നമ്മളെ കാര്യം നടക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതുപോലെ കുട്ടികൾ നമ്മളെക്കാൾ വേഗത്തിൽ അത് സ്വായത്തമാക്കും. പ്രവേശനോത്സവത്തിന് മറ്റ് സ്കൂളുകളിൽ വർണ്ണമനോഹരമായ ഒരുക്കങ്ങൾ തയ്യാറാക്കുമ്പോൾ ബൈരായിക്കുളം ഗവൺമെന്റ് സ്കൂളിന് പേരെടുത്തു പറയാൻ മാത്രം ആഡംബര ഒരുക്കങ്ങൾ ഇല്ലായിരുന്നു. ചുരുങ്ങിയ ചിലവിൽ വർണ്ണക്കടലാസുകളും അല്പം മധുരവും നൽകി നിജപ്പെടുത്തിയായിരുന്നു ആഘോഷങ്ങൾ. എന്നാലും പരിഭവങ്ങളൊന്നും പറയാതെ കുരുന്നുകൾ തങ്ങളുടെ ഭാഷയിൽ ആടിപ്പാടി ആദ്യ ദിനത്തെ ആഘോഷമാക്കി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ മുസബിർ മല്ലിക്, മുജുഖാൻ,
ബിൽക്കിഷ് ഗാട്ടൂൺ, ദിബു, തമിഴ്നാട് സ്വദേശിനി ഐശ്വര്യ എന്നീ കുരുന്നുകളാണ് ഭാഷയുടെ അതിർവരമ്പുകൾ കടന്ന് സൌഹൃദത്തിന്റെ പുതിയ ബന്ധങ്ങൾ നെയ്തെടുത്തത്. ദേശം കടന്നെത്തിയതാണെങ്കിലും കളിയിലൂടെയും ചിരിയിലൂടെയും മലയാളത്തിന്റേത് സ്വന്തമാകുകയാണ് കേരളത്തിലേക്കെത്തിയ ഈ അതിഥികൾ. ബംഗാളിയിലെ ഒരു ഗാനം ആലപിച്ചാണ് മുസബീർ മല്ലിക് തന്റെ സന്തോഷം പങ്കുവച്ചത്. വർഷങ്ങളായി ബൈരായിക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ അറിവ് നുകരാനെത്തുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ്. മികച്ച വിദ്യാഭ്യാസവും കുറഞ്ഞ പഠനച്ചിലവുമാണ് ഇത്തരം ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നതിന് പിന്നിലെ കാരണം. ബംഗാളിൽ നിന്നെത്തുന്ന തൊഴിലാളികളിൽ പലരും ഈ സ്കൂളിനെ ആശ്രയിക്കുന്നതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ്. परिवेश इतना अच्छा इसलिए मैं फिर फैमिली लेकर आया. फैमिली अभी लाया मैं 2 मास हुआ. फैमिली लाया इसके लिए इधर मेरे को पूरा सेटिंग होने का, केरला में सेटिंग होने का. ഭാഷ ഏതായാലും അറിവ് പകർന്നു നൽകുക എന്ന ഒരൊറ്റ വികാരത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന അധ്യാപകരാണ് ഇന്ന് ബൈരായിക്കുളം LP സ്കൂളിനെ നയിക്കുന്നത്. അതുകൊണ്ടുതന്നെ അറിവ് തേടിയെത്തുന്ന കുരുന്നുകൾക്ക് സ്കൂൾ കവാടം മലർക്കെ തുറന്നിടാൻ തന്നെയാണ് അധ്യാപകരുടെയും ശ്രമം. മലയാളത്തിന്റെ മധുരം നുണയാൻ ഇത്തവണയും അന്യസംസ്ഥാനത്ത് നിന്ന് കുരുന്നുകളെത്തി. ഭാഷയുടെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയ കുരുന്നുകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ബൈരായിക്കുളം ALP സ്കൂളിൽ നിന്നും ശ്രുതി തിരുവമ്പാടി, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. സമരമുഖത്ത് നിന്ന് മലാപ്പറമ്പ് UP സ്കൂളിന് അക്ഷര വെളിച്ചത്തിലേക്ക്. എതിർപ്പുകളെ മറികടന്നാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തിയ കുരുന്നുകൾക്കായി പ്രവേശനോത്സവം നടത്തിയത്. സർക്കാർ ഇടപെടലിൽ സ്കൂൾ അടച്ചുപൂട്ടുമെന്ന ഭീതിയില്ലാതെയാണ് മലാപ്പറമ്പ് AUP സ്കൂളിന്റെ അക്ഷരമുറ്റത്ത് കുരുന്നുകൾക്കായി പ്രവേശനോത്സവം നടത്തിയത്. എതിർപ്പിനെ മറികടന്ന് അക്ഷരവെളിച്ചം കൊളുത്തി പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ അധ്യയന വർഷത്തിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് 8 കുട്ടികളാണ്. ഇതിൽ 5 പേർ സ്കൂൾ പൂട്ടലിനെതിരെയുള്ള സമരപന്തലിൽ പേര് രജിസ്റ്റർ ചെയ്തവരുമാണ്. പ്രവേശനോത്സവം സംബന്ധിച്ച് ഏറെ ആശങ്കകളാണ് ആദ്യം നിലനിന്നിരുന്നത്. എന്നാൽ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടൽ കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം തിരിച്ചു കിട്ടുകയായിരുന്നു. വരുന്ന അധ്യയന വർഷം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയൊന്നും ഇവർക്കില്ല. എന്നാൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണമെന്ന ഏക ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങുകയാണിവർ. മെഴുകുതിരിയുടെ പുതുവെളിച്ചം പകർന്നു നൽകിയാണ് പ്രവേശനോത്സവത്തിന്റെ ആഘോഷങ്ങൾ ആരംഭിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും അണിനിരന്നു. പ്രശസ്ത സാഹിത്യകാരൻ രമേശ് കാവിൽ അറിവ് നുകരാനെത്തിയ കുരുന്നുകളെ സ്വീകരിച്ച് അവർക്കാവശ്യമായ പുസ്തകങ്ങൾ നൽകി. സമരത്തിനിടയിൽ വീണ്ടുകിട്ടിയ അസുലഭ നിമിഷത്തെ മധുരം നൽകിയാണ് നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും വരവേറ്റത്. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ അപ്പീലിന്മേൽ സ്കൂൾ നിലനിർത്താൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇനി ഈ രക്ഷിതാക്കൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാർമേഘം വഴിമാറിയ പകലിനെ ആഘോഷമാക്കി മാറ്റി കുണ്ടുങ്ങൽ ഗവൺമെന്റ് UP സ്കൂളിലെ പ്രവേശനോത്സവം. ആദ്യ ദിനത്തിന്റെ അങ്കലാപ്പും പരിഭവവും ഇല്ലാതെ ചുണക്കുട്ടികളായ നവാഗതരെ സ്വീകരിച്ചത് അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളുമാണ്. പ്രവേശനോത്സവം കൌൺസിലർ അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. കാർമേഘം വഴിമാറിയതോടെ കുട്ടിക്കുറുമ്പുകളുടെ പ്രവേശനോത്സവത്തിന് മാറ്റേറി. കുസൃതിച്ചിരിയോടെ രക്ഷിതാക്കൾക്കൊപ്പമാണ് പലരും അക്ഷരമുറ്റത്തേക്ക് കാൽവച്ചത്. കുരുന്നുകളിൽ പലർക്കും ആദ്യ ദിനത്തിന്റെ അങ്കലാപ്പോ പരിഭ്രമമോ ഇല്ലായിരുന്നു. പുതുവെളിച്ചം നുകരാനെത്തിയതിന്റെ ആഹ്ലാദത്തിലായിരുന്നു കുണ്ടുങ്ങൽ ഗവൺമെന്റ് UP സ്കൂളിലെ നവാഗതർ. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രവേശനോത്സവം കൌൺസിലർ PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയർമാരായി, സമൂഹത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനായി ഒക്കെ ബഹിരാകാശ വിദഗ്ധൻ വരെ ആയി, ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയി വരേണ്ട കാര്യങ്ങളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ. അവർക്കൊക്കെയുള്ള തുടക്കം ഇങ്ങനെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ്, നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവും അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനമന്ത്രിയായിരുന്ന ചാച്ചാ നെഹ്റുവും ഒക്കെ നമ്മുടെ കുട്ടികളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ നാളെ എന്നെ പോലെ ഇരിക്കുന്ന അധ്യാപകരെ പോലെ ഒക്കെ വളർന്ന് വലുതായി വലിയ 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 നേട്ടങ്ങൾ, ഞങ്ങളെക്കാൾ വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ അനുമതി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അറിവിന്റെ അത്യുന്നത പടവുകളിലെത്തി വിജയം കൈവരിക്കണമെന്ന സന്ദേശം നൽകിയാണ് അദ്ദേഹം വേദി വിട്ടത്. സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂം ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി. ചടങ്ങിൽ PTA പ്രസിഡന്റ് മുഹമ്മദ് അർഷാദ്, സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റി മെമ്പർ ഹസൻ കോയ, ഹെഡ് മാസ്റ്റർ PK സതീഷ്, MP കോയാട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine
forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. CSCO ITI ഇന്ത്യക്കകത്തും വിദേശത്തും മികച്ച ജോലി നേടാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ സിവിൽ ഡ്രാഫ്റ്റ്മാൻ എഞ്ചിനീയറിംഗ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്. മികച്ച പഠനം, മികച്ച വിജയം, മിതമായ ഫീസ്. CSCO ITI മുഗധാർ, കോഴിക്കോട്. ഫോൺ 9895439208. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. പന്തിരങ്കാവ് ഗണേശ സാധനാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 30 മുതൽ ഡിസംബർ 10 വരെ നടക്കുന്ന ശ്രീ മംഗള സഹസ്ര ചണ്ഡിക മഹായാഗത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പന്തിരങ്കാവ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വാമി വിവേകാമൃത ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. പന്തീരങ്കാവ് ഗണേശ സാധന കേന്ദ്രത്തിൽ 2016 നവംബർ 30 മുതൽ ഡിസംബർ 10 വരെ സംഘടിപ്പിക്കുന്ന ശ്രീമംഗള സഹസ്രചണ്ഡി മഹായാഗത്തിന്റെ നടത്തിപ്പിനായി രൂപീകരിച്ച സ്വാഗത സംഘത്തിന്റെ കാര്യാലയം പന്തീരങ്കാവ് ബൈപ്പാസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. മെയ് 29 രാവിലെ കോഴിക്കോട് അമൃതാനന്ദമയി മഠം ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ സ്വാഗത സംഘ കാര്യാലയം ഉദ്ഘാടനം ചെയ്തു. ഒരു ദുഃഖവും നമ്മെ തളർത്താത്ത അവസ്ഥ, എപ്പോഴും സന്തോഷം നിലനിർത്തുവാൻ കഴിയുന്ന അവസ്ഥ, അതാണ് മോക്ഷം. അത് ജീവിച്ചിരിക്കുമ്പോൾ വേണം, അത് മരിച്ച ശേഷം കിട്ടിയിട്ടെന്താ കാര്യം? അപ്പൊ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് പരമമായ ധർമ്മത്തിലേക്ക്, മോക്ഷത്തിലേക്ക് എത്തിച്ചേരുവാൻ മാർഗം ഉപദേശിച്ച ഋഷീശ്വരന്മാരാണ്. ഗൃഹസ്ഥ ആശ്രമ ധർമ്മങ്ങളുണ്ട്. അതേപോലെ അതിലേറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മയജ്ഞം, അതേപോലെ ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം, ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങളോടുകൂടിയ വിധിയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. തുടർന്ന് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ഗോവിന്ദ് കെ ഭരതൻ അധ്യക്ഷത വഹിച്ചു. രവി കോവൂർ, ഡോക്ടർ CR മഹിപാൽ, മുകുന്ദൻ, ജിനേഷ് പറമ്പനാട്ട്, സുമേഷ് നന്ദാനത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവേകാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താൻ കോഴിക്കോട് സിറ്റി പോലീസ് ഓപ്പറേഷൻ റെയിൻബോ എന്ന പേരിൽ ജാഗ്രതാ നടപടികൾ കൈക്കൊള്ളുമെന്ന് ADGP നിതിൻ അഗർവാൾ. ഇതു സംബന്ധിച്ച പരിശോധന ബുധനാഴ്ച തന്നെ ആരംഭിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്കൂൾ കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താനും മഴക്കാലത്ത് വാഹനാപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗതം സുഗമമാക്കാനും കോഴിക്കോട് സിറ്റി പോലീസ് ഓപ്പറേഷൻ റെയിൻബോ എന്ന പേരിൽ ജാഗ്രതാ നടപടികൾ കൈക്കൊള്ളുമെന്ന് ADGP നിതിൻ അഗർവാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച പരിശോധന ബുധനാഴ്ച തന്നെ ആരംഭിക്കും. ന്യൂനത കാണുന്ന വാഹനങ്ങൾക്ക് ഇത് പരിഹരിക്കാൻ ഒരാഴ്ച സമയം നൽകുന്നതായിരിക്കും. സ്വകാര്യ ബസ്സുകളുടെയും മറ്റു വാഹനങ്ങളുടെയും ടയർ, വൈപ്പർ, മേൽക്കൂര, പ്ലാറ്റ്ഫോം തുടങ്ങിയവ പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുന്നതായിരിക്കും. ന്യൂനതകൾ പരിഹരിക്കാൻ നൽകിയ ഒരാഴ്ച സമയത്തിൽ ഇത് ചെയ്തില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കും. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിശ്ചിത മാനദണ്ഡപ്രകാരമാണ് സർവീസ് നടത്തുന്നതെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തും. പരിശോധനയിൽ എല്ലാം കൃത്യമാണെന്ന് കാണുന്ന വാഹനങ്ങളുടെ മുൻഗ്ലാസിൽ സ്റ്റിക്കർ പതിക്കും. ഒരേ വാഹനം വീണ്ടും പരിശോധിക്കുന്നത് ഒഴിവാക്കാനാണിത്. ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തി കുട്ടികളെ കയറ്റണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് പാലിക്കാതെ വന്നാൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരിപാടി അവർ വിളിച്ചിട്ട് പ്രത്യേകം പറയാണ് ഈ ഒരു കറക്റ്റ് സ്റ്റോപ്പിൽ നിർത്തണം, അതിന് ഈ കൊടുത്ത പാസിന് അവർ റെസ്പെക്ട് ചെയ്യണമെന്ന്, അത് ഓണർ ചെയ്യണമെന്ന് ഒബ്ലൈജ് ചെയ്യണമെന്ന്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രണയവും സ്വപ്നവും ഇടകലർന്ന പ്രണയ കഥകളി നാടകം അവതരണ പുതുമയോടെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ കാഴ്ചക്കാരിൽ എത്തിച്ചു. CK ജയചന്ദ്രൻ അനുസ്മരണത്തിന്റെ ഭാഗമായി ടൗൺ ഹാളിൽ നടന്ന നാടകം വേറിട്ട കാഴ്ച പകരുന്നതായിരുന്നു. ഫോട്ടോഗ്രാഫർ പ്രകാശ് കരിമ്പ സംവിധാനം ചെയ്ത ആപ്പ് എന്ന നാടകവും നാടകാസ്വാദകരുടെ മനം കവർന്നു. കണ്ണിമ ചിമ്മാന കഥകളി
കണ്ണുനീർ തുള്ളികളായ ഗാന്ധാരിയും ദ്രൗപദിയും സീതയുമൊക്കെ ഉലയാത്ത മനസ്സുമായി പുതിയ കാലത്ത് ഉയർത്തെണീറ്റു. ആണിന്റെ അധികാരഗർവിൽ എരിഞ്ഞു തീർന്ന പെണ്ണിന്റെ രോദനങ്ങളുമായി പ്രണയ കഥകളി നാടകമാണ് വേറിട്ട കാഴ്ചയായത്. ടൗൺ ഹാളിൽ അരങ്ങേറിയ നാടകം പ്രൊവിഡൻസ് വിമൻസ് കോളേജ് വിദ്യാർത്ഥികളാണ് അവതരിപ്പിച്ചത്. കാഴ്ചയുണ്ടായിട്ടും നൊന്തുപെറ്റ മക്കളെ ഒരു നോക്കു കാണാനാവാതെ ജീവിച്ച ഗാന്ധാരി, 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും അന്യപുരുഷൻ വേട്ടയാടിയ ദ്രൗപദി, കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സീത, ജ്യേഷ്ഠന്റെ കൂലിപ്പടയാളിയായി ലക്ഷ്മണൻ മാറിയ വേദനയിൽ പിടയുന്ന ഊർമിള, അന്യ സ്ത്രീകളെ ഭർത്താവ് മോഹിക്കുന്നത് കണ്ട് എരിഞ്ഞു തീർന്ന മണ്ഡോദരി തുടങ്ങിയ 5 സ്ത്രീ കഥാപാത്രങ്ങൾ പുതിയ കാലത്ത് ശക്തി ആർജിക്കുന്നതാണ് നാടകം. ഉള്ളുപൊള്ളുന്ന സങ്കടങ്ങൾ പുതിയ കാലത്ത് ഇവർ പ്രതികരണ ശേഷിയുള്ളതാക്കി മാറ്റുന്നു. പുരാണങ്ങൾ പുരുഷന്മാരുടേതാണെന്ന് അയവിറക്കുന്നതാണ് നാടകം. കാന്തയുടെയും കോരപ്പന്റെയും നിശബ്ദ പ്രണയത്തിലൂടെയാണ് നാടകം മുന്നോട്ടു പോകുന്നത്. ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന കിനാക്കളുമായി കാന്തയെ പ്രണയിച്ച കീഴാളനായ കോരപ്പൻ, അവന്റെ മുന്നിലേക്ക് കാന്ത താലോലിക്കുന്ന 5 മക്കളായി സ്ത്രീ കഥാപാത്രങ്ങൾ എത്തുന്നു. പുരാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുരുഷനെതിരെ മുനയുള്ള വാക്കുകൾ എറിയുകയാണ് ഇവർ ഓരോരുത്തരും. ശാന്തകുമാറാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. അമല മാർഗരറ്റ്, ആർ കീർത്തന, അക്ഷയ രാജ്, കീർത്തന മോഹൻ, അശ്വനി, ഗായത്രി, ഫിദ യാസ്മിൻ, പ്രിയങ്ക എന്നിവരാണ് അഭിനേതാക്കൾ. CK ജയചന്ദ്രൻ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് നാടകം അവതരിപ്പിച്ചത്. അനുസ്മരണം രാധാകൃഷ്ണൻ ഇളയടത്ത് ഉദ്ഘാടനം ചെയ്തു. വിജയൻ കാരന്തൂർ അധ്യക്ഷനായിരുന്നു. CK ജയചന്ദ്രൻ എഴുതിയ പെണ്ടുലം പുസ്തകം രാധാകൃഷ്ണൻ പേരാമ്പ്ര ഏറ്റുവാങ്ങി. A ശാന്തകുമാർ, സുനിൽ അശോകപുരം എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേപ്പൂരിൽ ഓട്ടോ മറിഞ്ഞ് 1ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. സ്കൂൾ ആദ്യ ദിനം നാടിനെ കണ്ണീരിലാഴ്ത്തി ഓട്ടോ അപകടം. കൊയിലാണ്ടി നന്ദി ദേശീയപാതയിൽ വാഹനാപകടം. ഉമ്മയുടെ മരണവിവരമറിഞ്ഞുപോയ മകനും ഭാര്യയും കൊല്ലപ്പെട്ടു. അറിവിന്റെ മധുരം നുകരാൻ കുരുന്നുകൾ അക്ഷരമുറ്റത്ത്. പ്രവേശനോത്സവം കെങ്കേമമാക്കിയ വിദ്യാലയങ്ങൾ. നവാഗതർക്ക് ഊഷ്മള വരവേൽപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.